തൊടുപുഴ അയ്യപ്പ ക്ഷേത്രത്തിൽ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ക്ഷേത്രം തന്ത്രിമാരായ പെരിങ്ങോട്ടില്ലത്ത് പത്മനാഭൻ നമ്പൂതിരി, പെരിങ്ങോട്ടില്ലത്ത് ശങ്കരൻ നമ്പൂതിരി എന്നിവരെ ക്ഷേത്രത്തിലേക്ക് ചെറുപുഴ ടൗണിൽ നിന്നും സ്വീകരിച്ച് ആനയിച്ചു. തുടർന്ന് ക്ഷേത്രനടയിൽ നടൽപ്പന്തൽ തൂണുകളിൽ വിഗ്രഹം നിർമ്മിച്ച സന്തോഷ് മാനസം, കരിങ്കൽ ശില്പി മനോജ് കുന്നരു, കൊഴുമ്മൽ മാധവൻ വിശ്വകർമ്മൻ, വെങ്കല ശില്പി ജീവൻ കുഞ്ഞിമംഗലം എന്നിവരെ ആദരിച്ചു. ഇത് കലികാലമാണ്. കലിയുഗവരതനായ അയ്യപ്പനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും. ഇന്നു മുതൽ ഇവിടെ തുടങ്ങുന്ന സകല കർമ്മവും ആ ഭഗവാന്റെ നിയോഗം മാത്രമാണ്. നമ്മളെല്ലാവരും നിങ്ങളടക്കം ഞങ്ങളും ചേർന്ന് അതിലത്തെ ഓരോ കണ്ണികൾ മാത്രം എന്ന് കരുതുക. ഈ മംഗളകർമ്മം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി സ്നേഹാദരവോടുകൂടി ഞാനിവിടെ നിർവഹിക്കും. അദ്ദേഹത്തെയും ഈ അഭിമാനമായി മാറിയ നമ്മുടെ നാടിന്റെ ശില്പി സന്തോഷ് മാനസം 16 തൂണുകളിലും മനോഘോഷ് മാനസത്തിനെയും സഹപ്രവർത്തകരെയും ക്ഷേത്രം കമ്മിറ്റിക്ക് വേണ്ടി ആദരിക്കുന്ന ഈ മഹനീയ ചടങ്ങിലേക്ക് വെങ്കല ശില്പിയെ ഇതിൽ പങ്കാളികളായി മാസങ്ങളായി നമ്മുടെ ക്ഷേത്രത്തിൽ നിർമ്മാണ പ്രവർത്തനം നടത്താൻ ഇവരെയും അന്വേഷണം നടത്തി. നമ്മുടെ അദ്ദേഹത്തിന്റെ ആ മഹനീയമായ ഒരു ചടങ്ങോടുകൂടിയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ കൊടിമരത്തിന്റെ പ്രവർത്തനങ്ങൾ ഒരു ജീവൻ നൽകിയ കൈദിനെ ഈ സന്നിധിയിൽ വെച്ച് ആദരിക്കുകയാണ്. അതുപോലെ ക്ഷേത്രത്തിന്റെ ഞങ്ങളുടെ കമ്മിറ്റിക്ക്, ബ്രഹ്മകലശ കമ്മിറ്റി, ഞങ്ങളുടെ ഭരണസമിതി, മാതൃസമിതി, അങ്ങനെ ഞങ്ങളെയൊക്കെ വിശ്വസിച്ച് ലക്ഷങ്ങൾ മുതൽ വളരെ
ചെറിയ തുക വരെ വിശ്വസിച്ച് തന്നയും നിങ്ങൾക്ക് എല്ലാവർക്കും രണ്ട് കയ്യും കൂപ്പി നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ അങ്ങോട്ടിയുള്ള ഈ 18 ദിവസങ്ങളിലെ ഉത്സവം, നമ്മുടെ നാടിൻ്റെ ഉത്സവം, എല്ലാവരും എല്ലാ ദിവസവും നമ്മുടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരണം. നമ്മുടെ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമുള്ളതാവണം. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഈ തിരുമുറ്റത്തേക്ക് ക്ഷണിച്ചുകൊണ്ട്, അതേപോലെ ഞങ്ങളെ ക്ഷേത്രത്തിൻ്റെ രക്ഷാധികാരികളായ നമ്മളെ ഒട്ടുമുഖം തിരിഞ്ഞുപോയ കുഞ്ഞീഷ് നായർ, നമ്മുടെ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ചെറുപുഴ അമ്പലം ക്ഷേത്രം നമ്മളെ ഈ വർക്ക് ഏൽപ്പിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഏകദേശം 10 മാസം മാത്രമേ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് 16 ശില്പങ്ങൾ ചെയ്ത് തീർക്കണമായിരുന്നു. അത് പറഞ്ഞാൽ ഒരു വലിയൊരു ടാസ്ക് ആയിരുന്നു നമുക്ക്. അതായത് 10 മാസം കൊണ്ട് 16 ശില്പങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള പരിപാടി തന്നെയാണ്. ഈ 10 മാസം നമ്മൾ 4 പേര് ശില്പികളായിട്ടായിരുന്നു. ഒന്ന് പ്രണവ് കാരന്തട്ടിൽ, ഒരാൾ വന്നില്ല ഷിനു പാടിച്ചാൽ, സന്തോഷ് കുട്ടന്തോറമ്പിൽ. നമ്മൾ ഒരുമിച്ച് 10 മാസം രാപ്പകലില്ലാതെയാണ് ഈ വർക്ക് ചെയ്തത്. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് മെഴുകിൽ ശില്പങ്ങൾ ചെയ്ത ശേഷം അത് ഫൈബറിലേക്ക് കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഏതാണ്ട് ശില്പത്തിന് 6 അടി മുതൽ 7 അടി വരെ ഉയരമുണ്ട്. ഇതിന്റെ ബേസ് അടക്കം 7 അടി വരെ ഉയരമുണ്ട്. പിന്നെ ഈ തൂണിന്റെ വർക്ക്, തൂണിന്റെ ഡിസൈനുകൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ഇവിടെ കൊണ്ട് ഒട്ടിക്കുക ചെയ്ത് ശില്പങ്ങൾ. ബാക്കി സിമെന്റിൽ വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ 5-6 വർഷമായിട്ട് കുഞ്ഞിമംഗലത്ത് പ്രേമൻ കുഞ്ഞിമംഗലം എന്ന് പറയാം അവിടെ അടുത്താണ് ഇത്തരം രീതികൾ പരിശീലിച്ചത്. ഒരു വെങ്കലത്തിലും മെഴുകില് അങ്ങനെ ഫൈബർ ഗ്ലാസിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അവിടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പിന്നെ ഒരു ശില്പം മെഴുകിൽ ചെയ്ത ശേഷം ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെ അയച്ചു കൊടുത്ത് വേണ്ടുന്ന മാറ്റങ്ങൾ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട്, അവരുടെ നിർദ്ദേശങ്ങൾ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓരോ ശില്പങ്ങൾ പൂർത്തിയാക്കിയത്. മലയോരത്തിന്റെ വാണിജ്യ കേന്ദ്രമായ പാടിയോട്ടുചാലിൽ ലേഡീസിന് മാത്രമായി ഒരു വസ്ത്ര വ്യാപാര കേന്ദ്രം. അൻവി ടെക്സ്റ്റൈൽസ്, പഴയ ബസ് സ്റ്റാൻഡ്, ഗാലക്സി കോംപ്ലക്സ്, പാടിയോട്ടുചാൽ. ലേഡീസിന് മാത്രമായി ഏറ്റവും പുതിയ മോഡലുകൾ, ചുരിദാർ സെറ്റുകൾ, കുർത്ത, ടോപ്പുകൾ, ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക്. അൻവി, ബിയോണ്ട് ദ ലൂം, ഗാലക്സി കോംപ്ലക്സ്, പാടിയോട്ടുചാൽ. ഫോൺ 9964670511.